ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിന് വേണ്ടിയുള്ള അർജന്റീന ദേശീയ ടീമിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ ദുർബലർക്കെതിരെയാണ് അർജന്റീന കളിക്കുന്നത്. മൗറിത്താനിയ, സാംബിയ എന്നിവരാണ് അർജന്റീനയുടെ എതിരാളികൾ. പക്ഷേ സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നു എന്നുള്ളത് തന്നെ ഒരൽപ്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അഥവാ അർജന്റീനയുടെ വേൾഡ് കപ്പ് സ്ക്വാഡുമായി ബന്ധപ്പെട്ട 1-2 അപ്ഡേറ്റുകൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഗാസ്റ്റൻ എഡൂൾ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് യുവ സൂപ്പർ താരമായ അലജാൻഡ്രോ ഗർനാച്ചോയെ ഇപ്പോൾ സ്കലോണി പരിഗണിക്കുന്നില്ല എന്നാണ് ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും. വേൾഡ് കപ്പിനുള്ള ടീമിൽ ഗർനാച്ചോ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗർനാച്ചോ പുറത്തേക്ക് പോവുകയാണ്, അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല. അതേസമയം 10 താരങ്ങൾ തമ്മിൽ 5 സ്പോട്ടിന് വേണ്ടി നല്ല രൂപത്തിൽ ഫൈറ്റ് നടക്കുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ ഗാസ്റ്റൻ എഡൂൾ പറഞ്ഞിട്ടുണ്ട്. ഗോൾ കീപ്പർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ യുവാൻ മുസോ, വാൾട്ടർ ബെനിറ്റസ് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിങ് ബാക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വാലന്റൈൻ ബാർക്കോയും അക്കൂഞ്ഞയും തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. കൂടാതെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ സനസിയും മെഡീനയും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റിയാനിയും മസ്റ്റാൻഡുവോനോയും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. മുന്നേറ്റ നിരയിൽ ഫ്ലാക്കോ ലോപ്പസും പനിശല്യയും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇങ്ങനെ 10 താരങ്ങൾ തമ്മിൽ 5 സ്പോട്ടിന് വേണ്ടിയുള്ള ഫൈറ്റ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും താരങ്ങളെ സ്കലോണിക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഗാസ്റ്റൻ എഡോൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ജിയോവാനി ലോ ചെൽസോ ഹെൽത്തി ആണെങ്കിൽ അഥവാ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ അദ്ദേഹം എന്തായാലും സ്ക്വാഡിൽ ഉണ്ടാകും എന്നാണ് ഗാസ്റ്റൻ എഡോൾ പറയുന്നത്. കാരണം സ്കലോണിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു താരമാണ് ലോ ചെൽസോ. പ്രശ്നങ്ങളില്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഏറ്റവും മികച്ച ഒരു ടീമിനെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കലോണി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ കാണാം.